കഴിഞ്ഞ ദിവസം വെറുതെ ഇരുന്ന പിഷാരടിയെ പറ്റി അഖിൽമാരാർ ഒന്ന് ചൊറിയുന്ന കണ്ടു. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അത് സിനിമയിൽ അഭിനയിക്കുന്ന കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു. നിനക്കും സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു. പച്ചവെള്ളം ചവച്ചു കുടിക്കണം. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ട്? ഞാൻ വ്യത്യസ്തനായിരിക്കുന്നു. ഐ ആം ഡിഫറെന്റ് പേഴ്സൺ. പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ട്? ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. ഈ നാടിന് വേണ്ടി ചെയ്യുന്നവർക്കെല്ലാം കേസ് ഉണ്ടാവണമെന്നാണോ അണ്ണൻ? അതല്ല ഉദ്ദേശം. അണ്ണാ ബിഗ് ബോസ് അല്ല, കേരള പൊളിറ്റിക്സ്. അതാദ്യം മനസ്സിലാക്കണം. അഖിലണ്ണ കേട്ടോ, ഇട്ടിയിലെ പൊട്ടു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മനസ്സാക്ഷിയില്ല, സംസാരിക്കരുത്. മറുപടി ആയിട്ട് വന്നിട്ടുണ്ട്. പിഷാരടി മറുപടി പറയാൻ പുച്ഛിച്ച് താറ്റി വിട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്നാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. വളരെ കറക്റ്റ്. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ഭേദം ലുലു മാളിൽ പോയി മുണ്ട് പൊക്കി മതി എന്ന് പറഞ്ഞ അഖില് ബിഗ് ബോസിൽ പോയി കപ്പുമായിട്ട് വന്നു. ഇതുപോലെ BJP പറ്റി എന്തൊക്കെയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് BJP തന്നെ അവസാനം പോയി അഭയം പ്രാപിക്കേണ്ടി സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാൻ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഒന്നാമതേ പിഷാരടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊളിറ്റീഷ്യനാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അങ്ങേര് നല്ല കൗണ്ടർ അടിച്ച് അണ്ണാക്കി തരാൻ കഴിയുന്ന ഒരു അങ്ങേര. ഇവിടെ ഇപ്പൊ അഖിൽമാരാർക്ക് നല്ല രീതിയിൽ കിട്ടിയോന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടു കണ്ടങ്ങിരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും ഉണ്ട്. ഇനി ഇതിനെപ്പറ്റി അഖിലാണൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഗൈസ്. എന്നോട് ചോദിക്കുകയാണ് അഖിലേട്ടൻ എന്താണ് യോഗ്യത. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചതാണ്. ഒരു കഴുതൊക്കെ കാര്യം മനസ്സിലായി. ഒരു യോഗ്യത ഇല്ലാത്ത അവനൊക്കെ വെറുതെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനും നിൽക്കും. അന്നേരം അണ്ണനെ തന്നെ പറയുകയാണോ ഞാനൊരു യോഗ്യത ഇല്ലാത്തവനാണെന്ന്? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.